ഇതുപോലെ ഒരു പാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് ഈ വലുതിൽ നിന്ന് നമ്മൾ ഇത് എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ ചതച്ചു കൊടുക്കുക. ഇങ്ങനെ ചതച്ചു കൊടുക്കുക. ഇതിലിങ്ങനെ ആക്കി വയ്ക്കുക. അതുപോലെ നമുക്ക് ഇതെല്ലാം അതുപോലെ തന്നെ ചതച്ച് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ വെക്കുക. പതിച്ച് കൊടുത്ത് ഇങ്ങനെ വെക്കുക. ഇതെല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇതെല്ലാം ചെയ്ത് ഇതുപോലെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പതിച്ചത് ഒരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിനുശേഷം നമ്മൾ ഈ പാത്രം എടുക്കുക. പാത്രത്തിൻ്റെ ഈ സൈഡാണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ പാത്രം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ചുറ്റി റൗണ്ട് ഷേപ്പ് ആക്കാൻ പോവാണ്. ചുറ്റി ഇവിടെ ഇതിൻ്റെ എഡ്ജിൽ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ പശ തേച്ച് കൊടുക്കുക. പശ തേച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ അമർത്തി പിടിച്ചു കൊടുത്തോളണം. എന്നിട്ട് ഇവിടെയും നമ്മൾ പശ തേച്ച് അത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അടുത്തത് എടുക്കുക. അത് നമ്മൾ ആ പശ തേച്ച് അവിടെ തന്നെ വെച്ച് പിന്നെയും ജോയിൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പശ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പശ തേച്ച് കൊടുക്കുക. ചുറ്റി ചുറ്റി ആ എഡ്ജിനോടെ നിന്ന് പിന്നെ ഒട്ടിച്ച് നമ്മൾ വീണ്ടും ഒരു പേപ്പർ കൂടി എടുത്ത് വീണ്ടും നമ്മൾ പശ തേച്ച് ഒട്ടിക്കുക. നമ്മുടെ വീട് നല്ല കട്ടി ഉണ്ടാകാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം പേപ്പർ എടുത്ത് നമ്മൾ അതിന് മേലെ പിന്നെയും ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് അമർത്തി പിടിച്ച് വേണം ചെയ്യാൻ. ഇങ്ങനെ ഒട്ടിച്ച് ഇതുപോലെ ഒരു റൗണ്ടാക്കി എടുക്കുക. ഇതുപോലെ ഒരു റൗണ്ടാക്കി എടുക്കുക. ഇതുപോലെ ഒരു പാത്രം വെച്ച് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ചെറിയ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചെറിയ വീലായിരിക്കും. നമ്മൾ ഇച്ചിരി വലുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതുപോലെ 2 എണ്ണം ചുറ്റിയെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു എടുത്തിട്ട് അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തേച്ച് ഇങ്ങനെ എടുക്കുക. തേച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കുക 2 എണ്ണം. ഇതുപോലെ നമ്മൾ തേച്ചെടുത്തിട്ട് നമ്മളുടെ ഈ വിരലെടുത്ത് ഒന്ന് ചെറുതായി ഇങ്ങനെ ചുറ്റിയെടുക്കുക.
പശ തേച്ച് വേണം ഒട്ടിക്കാൻ. ഇതുപോലെ പശ തേച്ച് ഈ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇതുപോലെ 2 എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ 2 എണ്ണം ചുറ്റിയെടുത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ സെൻറ്ററിലേക്ക് ഈ ആ പാത്രം തന്നെ എടുത്തിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾക്ക് ഇതുപോലത്തെ 2 ചെറിയ പീസസ് വേണം. ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ എടുത്തിട്ട് ഈ ആദ്യമേ ചുറ്റി വെച്ചിരിക്കുന്ന ഈ ചെറിയ റോളുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മളിങ്ങനെ കടത്തി വയ്ക്കുക. ഇങ്ങനെ കടത്തി വയ്ക്കുക. നമ്മൾ രണ്ടിലും അതുപോലെ തന്നെ കടത്തി ഇങ്ങനെ വയ്ക്കുക. ഒരു ചെറിയ കഷ്ണം പേപ്പർ നമ്മൾ വെട്ടിയെടുക്കുക. ഇങ്ങനെ 2ആയി മടക്കുക. മടക്കി നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ അത് വെട്ടിയെടുക്കാം. ഇതുപോലെ 2 റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് പോലെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനുള്ളിലേക്ക് ഇത് കടത്തി വയ്ക്കാം. കടത്തി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. കടത്തി നമുക്ക് ഇതുപോലെ 2 വശവും അപ്പുറവും ഇപ്പുറവും പേപ്പർ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 എണ്ണം നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ ഒരു ചെറിയ ട്യൂബ് പോലെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ സെൻറ്ററിലേക്ക് വയ്ക്കുക. നമ്മൾ നേരത്തെ ചെറുതാക്കി വച്ചിരിക്കുന്ന ആ പേപ്പറുകൾ എടുക്കുക. അതിലൊരു 8 എണ്ണം ആദ്യം എടുക്കുക. എട്ടെണ്ണം ആദ്യമേ എടുക്കുക. അതിനുശേഷം നമ്മളിത് ഓരോ ഇതിലും കണക്കാക്കി ചുറ്റിനും ഒട്ടിച്ച് വയ്ക്കുക. ആദ്യം 8 എണ്ണം നമ്മളിവിടെ ഒട്ടിക്കുക. 1 2 3 4 5 6 7 8 അങ്ങനെ 8 എണ്ണം നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഒരെണ്ണം വയ്ക്കുക. അതിൻ്റെ നേരെ തന്നെ ഇപ്പുറത്തേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരെണ്ണം വയ്ക്കുക. വയ്ക്കുമ്പോൾ നേരെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ഇവിടെ ഒട്ടിക്കുക. ചുറ്റിനും ഇതുപോലെ 8 എണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 ഇതുപോലെ ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഈ വശത്തും അതുപോലെ തന്നെ 8 എണ്ണം നമ്മൾ ഇവിടെ ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇവിടുത്തെ ഇതിലിങ്ങനെ വെച്ച് ഒട്ടിക്കുക.
ഈ ഗ്യാപ്പ് ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 8 എണ്ണം ഒട്ടിച്ചെടുക്കാം.